ഹലോ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു 3 അപ്പറ്റൈസർ അല്ലെങ്കിൽ സ്റ്റാർട്ടർ റെസിപ്പീസ് കാണിക്കാനായിട്ടാണ്. ഇതിപ്പോ നിങ്ങളൊരു ഫാമിലി ഗാദറിങ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ ഹോസ്റ്റ് ചെയ്യാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ഥിരം പരിപ്പുവട, ഉഴുന്നുവട, മറ്റേ പഴംപൊരി ഇതൊന്നും അല്ലാണ്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ 3 റെസിപ്പീസ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെള്ളക്കടല അല്ലെങ്കിൽ ചന യൂസ് ചെയ്തിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയിട്ടുള്ള നമുക്ക് ഈ ചാട്ടൊക്കെ കിട്ടില്ലേ അതേപോലത്തെ ഒരു റെസിപ്പിയാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ വന്നിട്ട് നമ്മുടെ നാച്ചോസ് ആണ്. അതായത് നമ്മുടെ ചിപ്സ് ഉപയോഗിച്ചിട്ട് കുറച്ച് വെജീസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. അത് നമുക്ക് വെജായിട്ടും ഉണ്ടാക്കാം, നോൺ വെജ് ആയിട്ടും ഉണ്ടാക്കാം. പിന്നെ മൂന്നാമത്തേത് വന്നിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ട് സാധാ ഫ്രഞ്ച് ഫ്രൈസ് അല്ല, ബട്ട് ആ ഫ്രഞ്ച് ഫ്രൈസിനെ നമ്മൾ ഇച്ചിരിയും കൂടി ഒരു സോസ് ഒക്കെ ഒന്ന് ഒഴിച്ച് ഒരു ഇച്ചിരി ഒരു നല്ല സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഭംഗി നമുക്ക് ഇന്ത്യൻസിന് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിൽ ഉണ്ടാക്കിയെടുക്കുന്ന അതാണ് മൂന്നാമത്തെ റെസിപ്പി. വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ടൊമാറ്റോ, ക്യാപ്സിക്കം, ചിക്ക് പീസ്, കൊറിയാണ്ടർ ലീവ്സ്, ഓണിയൻ, കുക്കുംബർ, ഓയിൽ ഓഫ് ചോയ്സ്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ചന ഇട്ട് ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് തിങ് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ എന്റെ തലയിൽ ഒരു ഐഡിയ വന്നു. വൈ നോട്ട് നമുക്ക് ഇതിനൊരു ചിക്പി സാലഡ് എന്ന് വിളിച്ചാൽ എന്താ? ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഹെൽത്തി ചിക്പി സാലഡിന്റെ റെസിപ്പി ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ഇതിനെ ചിക്പി സാലഡ് എന്ന് വിളിക്കാം. അപ്പൊ ദാ നമ്മുടെ ചിക്ക് പീസ് നല്ലതായിട്ടൊന്ന് ലൈറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു. കണ്ടോ, ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റീസൺ ബീങ്, നമ്മൾ ആ വെജീസ് ഇട്ട് കഴിഞ്ഞ് ഇത് ആഡ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു വെജീസിൽ ആ ഒരു ഭയങ്കരമായിട്ട് മസാല ഇത് വരും. പക്ഷെ നമുക്ക് അങ്ങനെ ആ ഒരു ഭയങ്കര ടൂ മച്ച് മസാലാസ് വേണ്ടല്ലോ, കാരണം ഇതൊരു സ്റ്റാർട്ടർ റെസിപ്പി അല്ലേ. സോ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മഞ്ഞപ്പൊടി. ഇത്തിരി വേണ്ട കേട്ടോ, ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ മഞ്ഞപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ആയി പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ ചാട്ട് മസാല. നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ നിങ്ങൾ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. ഇനി എന്റെ കയ്യിൽ ചാട്ട് മസാല ഇല്ല, സോ ഞാൻ ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി ഈ ചിക്പി ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഒണിയൻസ് ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ വെജീസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് ഒരുപാട് നേരമായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക, അപ്പൊ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. നമുക്ക് ആ ഒരു വെജി, ആ ഒരു ഇങ്ങനെ ക്രഞ്ചി ഇത് കിട്ടണം വെജീസിന്ന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കിയപ്പോ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഇത് അത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്പി സാലഡ് റെഡിയായി. ഞാനത് പ്ലേറ്റ് ചെയ്തു. ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ഒരു ഇച്ചിരി ഒണിയനും കൂടി ഇട്ടിട്ട് ഒന്ന് ടോപ്പ് ചെയ്തെടുത്തു. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലൈം ജ്യൂസും കൂടെ മുകളിലൊന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്കിനി നമ്മുടെ സെക്കൻഡ് റെസിപ്പി കണ്ടാലോ. ഇതിന്റെ പേര് വന്നിട്ട് ചില്ലി ഫ്രൈസ് എന്നാണ്. ഇതും ഞാൻ ഈ പറയുന്ന പോലെ റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിച്ചിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചിലര് ഇതിന്റെ കൂടെ നോൺ വെജ്, അതായത് മറ്റേ ബേക്കൺ ഒക്കെ ആഡ് ചെയ്ത് സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് അത് ആഡ് ചെയ്തിട്ട് അതിന്റെ മേളിൽ ടോപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ചിലർ ഇതിന്റെ കൂടെ നമ്മുടെ ടൊമാറ്റോസ് ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് ഒരു ലൈറ്റർ വേർഷൻ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ബിക്കോസ് എനിക്ക് അതിനെക്കാട്ടിലും അതിന്റെ ആ ഒരു ഫ്രൈസിന്റെ ആ ഒരു ഒത്തന്റിക് ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു റെസിപ്പിയാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. സോ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം.
നമ്മുടെ ഈ ഫ്രൈസ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ആദ്യം എടുക്കണമല്ലോ. അപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം. ഏതർ നിങ്ങൾക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡീപ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇന്ന് ഡീപ് ഫ്രൈ ചെയ്തിട്ടൊന്നും അല്ല എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് എയർ ഫ്രൈയിൽ വെച്ചിട്ട് എയർ ഫ്രൈ ചെയ്ത് ആ ഫ്രൈസ് ഒന്ന് സെറ്റ് ആക്കി എടുക്കുകയാണ്. അപ്പം അത്രയും ഓയിൽ കൺസംഷൻ നമുക്കൊന്ന് കുറയ്ക്കാമല്ലോ, ലൈക്ക് നമ്മുടെ ബോഡിയിലേക്കുള്ളത്. അപ്പം നിങ്ങൾ കംപ്ലീറ്റ്ലി എഗെയിൻ അത് നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ഫ്രൈസ് ഈസ് നോട്ട് ഹെൽത്തി, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഹെൽത്തിയർ വേർഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഞാൻ ഈ പറഞ്ഞ പോലെ either ബേക്ക് ഓർ എയർ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈ എയർ ഫ്രയർ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഗ്രില്ല് ചെയ്തും എടുക്കാം, എയർ ഫ്രൈ ചെയ്തും എടുക്കാം. ഇന്ന് ഞാൻ നമ്മുടെ എയർ ഫ്രൈ ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നത്. സോ ആദ്യം ഞാൻ ഫ്രൈസ് ഇട്ടിട്ട് ബാക്കി കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റാർട്ട് പ്രസ് ചെയ്യാം. അപ്പൊ ദാ ഇവിടെ ഡിസ്പ്ലേ തെളിയും. ഇതിൽ നമുക്ക് ഓൾറെഡി ഫ്രഞ്ച് ഫ്രൈസിന്റെ ഓപ്ഷൻ ഓൾറെഡി അവൈലബിൾ ആണ്. സോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പ്രസ് ചെയ്യാം ആൻഡ് ദെൻ സ്റ്റാർട്ട് പ്രസ് ചെയ്യാം. അത്രേ ഉള്ളൂ. നമ്മുടെ എയർ ഫ്രൈയിൽ 40 മിനിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ 40 മിനിറ്റ്സ് എടുക്കില്ല കേട്ടോ. ഡിപ്പെൻസ് ഓൺ ദ ഫ്രൈസ് ആണ്, അതിന്റെ ടൈം വേരി ചെയ്യും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ജസ്റ്റ് അതൊന്ന് തുറന്ന് നോക്കിയിട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അതനുസരിച്ച് ടെമ്പറേച്ചർ ഒന്ന്, ഇപ്പം ഒത്തിരി ആയിട്ടുണ്ട്, ഒരു ബ്രൗൺ നിറത്തിലൊക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കുറച്ചൊന്ന് ഡൗൺ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ എന്താ പറയുക, എയർ ഫ്രൈ ചെയ്യല്ല, നിങ്ങൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നവരാണെങ്കിൽ അറിയാലോ, ജസ്റ്റ് ഒരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിക്കുക, എന്നിട്ട് ഫ്രൈസ് ഒന്ന് മുക്കുന്ന രീതിയിലുള്ള വേണം എണ്ണ എടുക്കാനായിട്ട്. എന്നിട്ട് ഫ്രൈസ് ഒരുപാട് അങ്ങ് കരിച്ചു കളയരുത്. ജസ്റ്റ് ആ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ബ്രൗൺ ലൈറ്റ് കളർ ആവുമ്പോഴത്തേനും അതങ്ങ് മാറ്റി വെച്ചാൽ മതി. അപ്പൊ ഇത് നമ്മുടെ ഫ്രൈസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ കുറച്ച് ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. മെയിൻ ഇൻഗ്രീഡിയന്റ് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, മിക്സ് 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 നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു നമ്മുടെ ഒണിയനും ഗ്രീൻ ചില്ലിയും നമ്മുടെ മയണൈസും എല്ലാം കൂടി ഒന്ന് സെറ്റായി വരുന്ന വരെ നല്ല തറവായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഗ്രീൻ ഒണിയൻ ഇട്ടിട്ട് ഒന്ന് ടോപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ ചില്ലി ലോഡഡ് ഫ്രൈസ് സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പിള്ളേർക്കും ഒക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. പിന്നെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ മറ്റേ ഗ്രീൻ ചില്ലീസ് അവോയ്ഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോസ് ഇട്ടാം, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ മേളൊന്ന് ടോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റും സെക്കൻഡും റെസിപ്പി കഴിഞ്ഞു. ഇനിയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി. ദിസ് ഇസ് ദ തേർഡ് വൺ. ഇതിന്റെ പേര് നമ്മുടെ നാച്ചോസ്. ഇത് നമുക്ക് വെജ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം, നോൺ വെജ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പ്യുവർ വെജിറ്റേറിയൻ സ്റ്റൈലാണ്. ഇനി നിങ്ങൾക്ക് ഇത് നോൺ വെജ് ആക്കണമെങ്കിൽ ഇതിന്റെ ഈ ഒരു ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ഏത് നിങ്ങൾക്ക് ബേക്കൺ ഓർ ചിക്കൻ ഓർ ബീഫ് വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പം ഇതുണ്ടാക്കാൻ ആകെ വേണ്ടത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, നമ്മുടെ വീട്ടിലുള്ള തന്നെ ഒണിയൻ അല്ലെങ്കിൽ ക്യാപ്സിക്കം അല്ലെങ്കിൽ ടൊമാറ്റോസ്, അങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും, പിന്നെ നമുക്ക് ചിപ്സ് വേണം. And then we need either a microwave or like a grill or something like that. നമ്മുടെ ലേസ് ഒന്നും പോലത്തെ ഒരു ചിപ്സ് അല്ല, ഇതിന് ഇവിടെ നാച്ചോസ് ചിപ്സ് എന്നാ പറയുന്നത്. നാട്ടിലും അവൈലബിൾ ആണ് ഇങ്ങനത്തെ ഒരു ചിപ്സ്. പിന്നെ നമുക്ക് വേണ്ടത് ഒണിയൻ, കുറച്ച് മഷ്റൂംസ്, അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, പിന്നെ ചീസ്, പിന്നെ ഇത് പിക്കിൾഡ് ഹാലപ്പിനോസ്, പിന്നെ വന്നിട്ട് ഇത് ടോപ്പ് ചെയ്യാനായിട്ട് ഗ്രീൻ ഓണിയൻ. ഇതും ഓപ്ഷണൽ ആണ് കേട്ടോ, ക്യാപ്സിക്കം ഒക്കെ ഓപ്ഷണൽ ആണ്. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചില ദിവസങ്ങളിൽ ജസ്റ്റ് വെറുതെ ഒണിയനും നമ്മുടെ ടൊമാറ്റോയും പിന്നെ ചീസും ഈ പിക്കിൾഡ് ഹാലപ്പിനോസും കൂടെ ഇട്ടിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കി എടുക്കാറുണ്ട്. അതും ഇറ്റ് ടേസ്റ്റ് അമേസിങ്. അപ്പൊ എന്റെ എളുപ്പത്തിന് മൈക്രോവേവ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് ലെയർ ചെയ്തെടുക്കുകയാണ്. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ചിപ്സ് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് ചീസ്, പിക്കിൾഡ് ഹാലപ്പിനോസ്. നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേ സെയിം പ്രോസസ്സ് നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. അതായത് ചിപ്സ് ഇട്ട് കൊടുക്കുന്നു, പിന്നെ ബാക്കിയുള്ള വെജീസ് നമ്മൾ അതിന്റെ മേലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ചോപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ മൈക്രോവേവിൽ കയറ്റുക. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 to 3 minutes ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. മൈക്രോവേവിൽ നിന്ന് എടുത്തിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഒരു 1 to 2 minutes, അതിൽ കൂടുതൽ അല്ലെങ്കിൽ മാക്സിമം 3 minutes, അതിൽ കൂടുതൽ നിങ്ങൾ ഇതാക്കരുത്. ബിക്കോസ് ഇത് ഭയങ്കര സോഗിയാവും കേട്ടോ. മൈക്രോവേവ് ചെയ്യരുത്, സോഗിയായിപ്പോവും. ഇനിയിപ്പം ഞാൻ ഇതിന്റെ മേലെ കുറച്ച് ഗ്രീൻ ഓണിയൻസ് ഒന്ന് ടോപ്പ് ചെയ്യും. പിന്നെ ഒരു അഡീഷണൽ ഫ്ലേവറിന് വേണ്ടി കുറച്ച് സോസസ് ആഡ് ചെയ്യും. കുറച്ച് മയണൈസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ ഫൈനൽ ഡിഷും റെഡി ആയിട്ടുണ്ട്. 3 ഡിഷസും ഭയങ്കര എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. ലൈക്ക് ഞങ്ങൾ ഇവിടെ സ്ഥിരം പാർട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഗസ്റ്റിന് അപ്പറ്റൈസേഴ്സ് ആയിട്ട് സെർവ് ചെയ്യുന്ന 3 ഡിഷസ് ആണ് എപ്പോഴും ഇത്. അപ്പം പൊതുവേ ഇതൊരു ഹിറ്റ് ആവാറുണ്ട് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ഓൾസോ എൻജോയ് യോർ ട്രൈ ഇറ്റ് ഔട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എല്ലാം കൂടി ഒരുമിച്ച് ഒന്നും കൂടി കാണിച്ചു തരാം.